ന്യൂ ആൻഡ് ഫ്രഷിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെന്നും പാലടയാണ് കേട്ടിട്ടുണ്ടാവും അധികം, അല്ലേ? അപ്പോൾ നമ്മളിന്ന് വ്യത്യസ്തമായ വേറെ അടപ്രഥമന ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നാളികേരപ്പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഉരുളിയിലേക്ക് ആദ്യം നെയ്യ് ഒഴിക്കാം. നമുക്ക് ഈ നെയ്യ് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് അട ഇട്ടിട്ടൊന്ന് ഈ നെയ്യ് അടയും കൂടിയിട്ട് ആദ്യം ഒന്ന് ഇളക്കാം. അട ഇട്ടിട്ടുണ്ട്. അത് നെയ്യും കൂടി ഒന്ന് വഴച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ ഈ അട നേരത്തെ തന്നെ നന്നായിട്ട് വേവിച്ച് വെച്ച അടയാണ് കേട്ടോ. 1/2-3 മണിക്കൂർ കുതിർത്തുണ്ടായിരുന്നു ചൂടുള്ള വെള്ളത്തിൽ. അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, തളയൊക്കെ പൊട്ടി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇത് അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതേപോലത്തെ വലിയ അടവാണ് എടുക്കാൻ. ചെറിയ അട നമ്മൾ സാധാരണ പാലടയ്ക്കാണ് ഉപയോഗിക്കുക. അതേപോലെ വലിയ അട കൊണ്ടാണ് അടപ്രഥമൻ ഉണ്ടാക്കേണ്ടത്. നമ്മൾ 1/2 കിലോ അടയാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു 3/4 ഭാഗം അതിൽ ചേർക്കാം. കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്യാം. മധുരം കമ്മിയാണ്, നമുക്ക് ലേശം ബാക്കിയുള്ളതും കൂടി ഇതിൽ മുഴുവനായിട്ട് ചേർക്കാം. ഇപ്പം നമ്മൾ നന്നായി തിളച്ച് വരുന്ന അടയൊക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാം. ഒരു 6 നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചതാണ്. അതൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തീരെ കത്തിക്കണില്ല, അടുപ്പിൻ്റെ ചൂടിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് പാല് തമ്പാല് എന്നാണ് പറയുക. അതായത് വെള്ളം കൂട്ടിയിട്ട് അരയ്ക്കണതിൻ്റെ മുന്നേ നമ്മൾ പിഴിഞ്ഞെടുക്കണ പാലാണ്. അത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ തമ്പാലിൽ ചേർത്തു ജസ്റ്റ് ഒന്ന് ഇളക്കാം. അപ്പം നമ്മുടെ പായസമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പായസം വാങ്ങി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വിരുന്നുകാരുണ്ട്, ഗസ്റ്റ് ഉണ്ട്. പെങ്ങളുടെ കുട്ടികളും അതേപോലെ വൈഫിൻ്റെ പെങ്ങളുടെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പായസം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അവരുടെ റിവ്യൂവും കൂടി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. പായസം എങ്ങനെയുണ്ട്? പായസം നല്ല ടേസ്റ്റ്.